സെർച്ച് ആൻഡ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്പർ 1, എന്താണ് ന്യൂ വേൾഡ് ഓർഡർ അഥവാ NWO. രണ്ടാമത്തേത്, ബ്ലൂ ബീൻ അത് നടപ്പാക്കാനുള്ള ടെക്നിക് ആണോ. നമ്പർ 3, എപ്സ്റ്റീൻ ഫയൽസിന് ന്യൂ വേൾഡ് ഓർഡറുമായി എന്താണ് ബന്ധം. നമ്പർ 4, അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയൻസിനുള്ള പങ്ക് എന്ത്. നമ്പർ 5, മതവിശ്വാസികൾക്ക് എന്ത് മുന്നറിയിപ്പാണ് ബ്ലൂ ബീമും എപ്സ്റ്റീൻ ഫയൽസും ന്യൂ വേൾഡ് ഓർഡറും നൽകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ന്യൂ വേൾഡ് ഓർഡർ അഥവാ NWO എന്നത് എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. ലോകത്ത് മുഴുവൻ നിയന്ത്രിക്കാൻ അതിശക്തരായ ഒരു ചെറിയ കൂട്ടം ആളുകൾ രഹസ്യമായ നീക്കങ്ങൾ നടത്തുന്നു എന്ന ഗൂഢാലോചന കോൺസ്പിറൻസി തിയറിയാണ് നമ്മൾ NWO അഥവാ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ ലോകം ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു കേന്ദ്രീകൃത ഭരണത്തിന് കീഴിലാക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് അതിൽ ഒന്നാമത്തെ ഘടകം ഒരു ലോക സർക്കാർ, വൺ വേൾഡ് ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പരമാധികാരവും അതിർത്തികളും ഇല്ലാതാക്കി എന്നിട്ട് ഒരു കേന്ദ്ര ഭരണകൂടം, ഉദാഹരണത്തിന് UN അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ മറ്റൊരു സംഘടന ലോകത്തെ മുഴുവൻ ഭരിക്കുക, അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് അതിൽ വരുന്നത്. രണ്ടാമത്തേത്, ആ ലോകത്തിന് ഒറ്റൊരു കറൻസി, രാജ്യത്തിൻ്റെ കറൻസികളൊക്കെ മാറ്റി ലോക കറൻസിയാക്കിയിട്ട് ഒരു കറൻസിയെ തിരഞ്ഞെടുക്കും. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാരാണ്? ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കുറച്ച് ഗ്രൂപ്പുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഇല്ലുമിനാറ്റിയാണെന്ന് മനസ്സിലാക്കണം. ലോകത്തെ നിയന്ത്രിക്കുന്ന അതീവ രഹസ്യ സംഘടനയാണ് ഇല്ലുമിനാറ്റി. രണ്ടാമത്തേത് ഫ്രീമേസൺസ്, അതായത് ലോകത്തിലെ പ്രമുഖ അംഗങ്ങളായിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ മൂന്നാമത്തേത് ഗ്ലോബൽ എലൈറ്റ്സ് ആവാം. ലോകത്തിലെ അതിസമ്പന്നമായ രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും, ഉദാഹരണത്തിന് ബിൽ ഗേറ്റ്സ്, റോത്ത്ഷൈൽഡ് കുടുംബം തുടങ്ങിയവരുടെ പേരുകൾ പലപ്പോഴും ഇതിൽ വരാറുണ്ട്. ഇവരാവാം എന്നും വ്യൂഹങ്ങളുണ്ട്. ഇതിനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു ന്യൂ വേൾഡ് ഓർഡർ സൃഷ്ടിക്കുന്നു, അതിലൂടെ ഒരു പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കുന്നു. പിന്നീട് ഒരു മതങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അവർ ബ്ലൂ ബീം പോലെയുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നു. ഇതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള തന്ത്രങ്ങൾ. ഇപ്പോൾ ഇതിനായിട്ട് അവർ ചെയ്യുന്ന മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് യുദ്ധങ്ങളും മഹാമാരികളുമാണ്. ജനങ്ങളെ ഭീതിയിലാഴ്ത്താനും അവരുടെ സ്വാതന്ത്ര്യത്തിന്മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ബോധപൂർവം യുദ്ധങ്ങളും രോഗങ്ങളും, ഉദാഹരണത്തിന് കോവിഡ് പോലെയുള്ള, അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അതിൻ്റെ ഭാഗമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ചിപ്പുകളാണ്. മനുഷ്യരുടെ ശരീരത്തിൽ മൈക്രോ ചിപ്പുകൾ ഘടിപ്പിച്ച് അവരെ ട്രാക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. അതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ജനസംഖ്യാ നിയന്ത്രണം. ലോകത്തെ ജനസംഖ്യ വലിയ തോതിൽ കുറക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതും നമുക്ക് ഇതുമായിട്ട് കൂട്ടിയാലോചിക്കാം. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിന് ഈ ബ്ലൂ ബീം പ്രൊജക്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ജെഫ്രി എപ്സ്റ്റീൻസ് കേസ് പുറത്തു വന്നപ്പോൾ പലരും പറഞ്ഞത് ഇത്തരം എലൈറ്റ് ഗ്രൂപ്പുകൾക്ക് ലോക നേതാക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഇവരെ ഇത്തരം ലൈംഗിക കുറ്റകൃത്യങ്ങൾ കുടുക്കി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് പ്രൊജക്റ്റ് ബ്ലൂ ബീം എന്നാൽ എന്താണെന്ന് നോക്കാം. 1994 സെർച്ച് മൊണാസ്റ്റ് എന്ന അന്വേഷണാത്മക പത്രപ്രവർത്തകനാണ് ഈ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം നാസയും ഐക്യരാഷ്ട്രസഭയും ചേർന്ന് 4 ഘട്ടങ്ങളിലൂടെ ലോകത്തെ ഒരു ഏകീകൃത അഥവാ സെൻട്രലൈസ്ഡ് ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പുരാവസ്തു ഗവേഷണങ്ങളിലൂടെ
നിലവിലുള്ള മതവിശ്വാസങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു. പുരാവസ്തു ഗവേഷണം അവർക്ക് അനുയോജ്യമായ രീതിയിൽ നടത്തുന്നു. എന്നിട്ട് മതവിശ്വാസങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന മതവിശ്വാസങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ ബഹിരാകാശത്ത് നിന്ന് ലേസർ പ്രൊജക്റ്റുകൾ, അതായത് 3D ഹോളോഗ്രാംസ് പോലെയുള്ള ഉപയോഗിച്ചുകൊണ്ട് ഓരോ നാട്ടിലെയും വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടത്തിൽ ടെലിപതിക് വിനിമയത്തിലൂടെ, അതായത് നമുക്കറിയാം ഇലക്ട്രോണിക് ടെലിപതിക് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളിലൂടെ ദൈവങ്ങൾ നേരിട്ട് സംസാരിക്കുന്നു എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിന് അവർ ശ്രമിക്കും എന്നുള്ളതാണ്. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അന്യഗ്രഹ ജീവികളുടെ ആക്രമണമോ മറ്റോ വ്യാജമായി സൃഷ്ടിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി ഒരു ആഗോള ഭരണകൂടത്തിന്, അഥവാ NWO കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബ്ലൂ ബീം പ്രൊജക്റ്റ് പോലെയുള്ള സിദ്ധാന്തങ്ങൾ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണെന്ന് നമുക്ക് ഇതിനകം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മതവിശ്വാസികൾക്ക് എന്ത് മുന്നറിയിപ്പാണ് ബ്ലൂ ബീം പ്രൊജക്റ്റ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആത്മീയമായ വഞ്ചനയാണ്, അഥവാ സ്പിരിച്വൽ ഡിസെപ്ഷൻ എന്ന് പറയാം. ഈ സിദ്ധാന്തം അനുസരിച്ച് ആകാശത്ത് അത്യാധുനികമായ ഹോളോഗ്രാഫിക് പ്രൊജക്റ്റുകൾ, അതായത് 3D ഹോളോഗ്രാംസ് ഉപയോഗിച്ച് ഓരോ മതവിഭാഗത്തിൻ്റെ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായി കാണിക്കും. ഇത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുകയും തെറ്റായ ഒരു ആത്മീയതയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നാണ് വാദം. യഥാർത്ഥ ദൈവമാണെന്ന് കരുതി ജനങ്ങൾ ഈ വ്യാജ ദൃശ്യങ്ങളെ വിശ്വസിക്കുമെന്നും അത് വഞ്ചനയാണെന്നുമാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. രണ്ടാമത്തേത് ഏകീകൃത മതമാണ്. ന്യൂ വേൾഡ് ഓർഡർ എന്ന ആശയത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ എല്ലാ മതങ്ങളെയും ഇല്ലാതാക്കി എല്ലാവരും കൂടി ഒരൊറ്റ മതം എന്ന അവസ്ഥ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. നിലവിലുള്ള മതവിശ്വാസങ്ങളെ തകർക്കാൻ ശാസ്ത്രീയമായ രീതിയിലോ പുരാവസ്തു തെളിവുകളിലൂടെയോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഇത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സാങ്കേതിക വിദ്യയിലൂടെയുള്ള അത്ഭുതങ്ങളാണ്. മതഗ്രന്ഥങ്ങളിൽ പറയുന്ന പല അടയാളങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ഉദാഹരണത്തിന് ശബ്ദതരംഗങ്ങൾ നേരിട്ട് മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന രീതിയായിട്ടുള്ള ഇലക്ട്രോണിക് ടെലിപതിക് കമ്മ്യൂണിക്കേഷൻ കൃത്യമായി സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. ദൈവം തന്നോട് നേരിട്ട് സംസാരിക്കുകയാണെന്ന വിശ്വാസികൾക്ക് തോന്നുന്ന വിധത്തിലുള്ള ഈ ഇലക്ട്രോണിക് ടെലിപതിക് കമ്മ്യൂണിക്കേഷൻ വിശ്വാസികൾക്ക് വലിയൊരു ചലഞ്ച് തന്നെയാണ്. എന്നാൽ ഈ തിയറി പ്രകാരം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, അന്ധമായി വിശ്വസിക്കരുത് എന്നുള്ളതാണ്. ആകാശത്തോ പ്രകൃതിയിലോ കാണുന്ന അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കാതെ വിവേകത്തോടെ ചിന്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ, സാങ്കേതിക വിദ്യയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും വളർച്ച എങ്ങനെ മിസ്യൂസ് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനമാണ്.